നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. അതായത് ഇന്ന് BBC ടോക്ക് ഷോയിൽ ഹോം സെക്രട്ടറിയും ഷാഡോ ഹോം സെക്രട്ടറിയും കൂടി അപ്കമിങ് പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് മൈഗ്രേഷൻ ക്യാപ്പ്, അതായത് എങ്ങനെ മൈഗ്രേഷൻ കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീഡിയോകൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോക്ക് ഷോയിൽ ഹോം സെക്രട്ടറി പറഞ്ഞത് ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് കെയറേഴ്സ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് നഴ്സുമാർ ഉൾപ്പെടുവോ എന്നതും അറിയത്തില്ല. അത് നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. പക്ഷേ ഈ കെയർ വിസ കംപ്ലീറ്റ്ലി നിർത്തലാക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വളരെ കുറച്ച് ജോബുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതെല്ലാം ക്ലിയർ ആയിട്ട് വെളിയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മെയിൻ കാരണം നെറ്റ് ഇമിഗ്രേഷൻ ഭയങ്കരമായിട്ടും കൂടി, അതായത് മൈഗ്രൻസിൻ്റെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇല്ല. അതായത് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള, അതായത് ഹോസ്പിറ്റലിൽ ബെഡില്ല. അപ്പോൾ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ കൂടുതലും ആളുകൾ പോപ്പുലേഷനായി. അപ്പോൾ അവർക്കത് പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പം ഇത് കുറയ്ക്കാന്നുള്ളത് ഈ പബ്ലിക്കിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവർ ഹെൽത്ത് കെയർ വിസ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കെയർമാരുണ്ടാകാം, നഴ്സുമാരുണ്ടാകാം, അതിൽ പല വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ടാകാം. അത് നമുക്ക് ലിസ്റ്റ് വെളിയിൽ വന്നെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കാൻ വന്നിട്ട് ആ പഠനം പൂർത്തിയാക്കാതെ പലരും വേറെ ഇപ്പോൾ ഹെൽത്ത് കെയർ വിസയിലോട്ടൊക്കെ സ്വിച്ച് ചെയ്തു. അതുകൊണ്ട് അതിനി അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് പല യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും സ്റ്റാൻഡർഡൈസ് ചെയ്യും. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വന്ന് പഠിച്ച് ഇവിടെ ജോലി എടുക്കാം, അവർ പഠിച്ച ഫീൽഡിൽ ജോലി എടുക്കാം. അല്ലാതെ ഈ സ്വിച്ച് ചെയ്ത് കെയർ വിസയിലോട്ടൊക്കെ മാറുന്ന അതൊക്കെ അവർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പം 2023 മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് കൂടി. അതായത് പല റൂട്ടിലും ആളുകൾ വെളിയിൽ നിന്ന് വന്നു തുടങ്ങി UK-യിലേക്ക്. അപ്പം അത് ഉയർന്ന് ഒരു 9 ലക്ഷത്തോളം ആൾക്കാർ വന്നു. പിന്നെ അത് കുറഞ്ഞ് 7 ലക്ഷമായി. ഇപ്പം വളരെയധികം കുറഞ്ഞു. ഇപ്പം സ്റ്റുഡൻസിനെയും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയും കൊണ്ടുവരുന്നത് അവർ വളരെയായിട്ട് കുറച്ചിട്ടുണ്ട്. കെയറായിട്ട് UK-യിൽ എത്തിയവർക്ക് ഈ റൂൾസ് ഒന്നും ബാധകമല്ല എന്നാണ് പറയുന്നത്. ഇനി PR 10 വർഷമാക്കുകയാണെങ്കിലും അതും ബാധകമല്ല എന്നാണ് പറയേണ്ടത്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ റൂൾസ് വെളിയിൽ വരണം, എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ പോസ്റ്റ് സ്റ്റഡി വിസ ഉണ്ട് 2 വർഷത്തെ, അതിപ്പോൾ നിർത്തലാക്കുന്നില്ല, അത് അതേപടി കണ്ടിന്യൂ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇന്ന് ഹെൽത്ത് സെക്രട്ടറിയും ഷാഡോ ഹെൽത്ത് സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത്. ആളെ എന്തൊക്കെയാണ് അവർ തീരുമാനിക്കുന്നതെന്ന് പാർലമെന്റ് യോഗം കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ പുതിയൊരു ചേഞ്ച് കൊണ്ടുവരുന്നത് ഇപ്പം ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ, ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സിൻ്റെ ഒക്കെ സാലറി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നേറ്റീവ് ആയിട്ടുള്ള UK-യിലുള്ള ആൾക്കാരുടെ UK സിറ്റിസൻ്റെയും അട്രാക്ട് ചെയ്ത് കൂടുതൽ കെയറേഴ്സിനെ അട്രാക്ട് ചെയ്ത് ആ ഫീൽഡിലേക്ക്, ജോലിയിലോട്ട് ആൾക്കാർ വരാൻ താല്പര്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാലറി കൂട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിലും കെയറായിട്ട് ജോലി ചെയ്യുന്നവരെ അവർ കരിയർ ഡെവലപ്മെൻറ്റ് കൊടുക്കുക. അതായത് ബാൻഡ് 2 നിന്ന് ബാൻഡ് 3 ആക്കുക. പിന്നെ നഴ്സിംഗ് അസോസിയേറ്റ് ട്രെയിനിങ് കൊടുക്കുക. നഴ്സിംഗ് അസോസിയേറ്റ് കഴിഞ്ഞിട്ട് ടോപ്പപ്പ് ചെയ്ത് നഴ്സസ് ആവുക. നഴ്സസ് ആയി കഴിയും ബാൻഡ് 6, ബാൻഡ് 5, ബാൻഡ് 6, ബാൻഡ് 7 അങ്ങനെ കരിയർ ഡെവലപ്മെൻറ്റ്. അതാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ അജണ്ട. അതായത് ഇനി കെയറായിട്ട് ജോലി കയറിയാലും അവർ കരിയർ ഡെവലപ്മെൻറ്റ് മൂലം ഹയർ പോസ്റ്റുകളിലോട്ടോ അല്ലെങ്കിൽ ഓരോ പ്രൊഫഷണലായിട്ട് ടേണപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം ദേ ആർ പ്രൊമോട്ടിങ് ദാറ്റ്. അതാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെയുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്ത് ഈ ഫീൽഡിലോട്ട് അട്രാക്ട് ചെയ്ത് പ്രൊഫഷണൽസ് ആക്കുക. അതാണ് ഇപ്പം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അറിയാം, നഴ്സിംഗ് സ്റ്റുഡൻസ് വളരെയധികം പഠിക്കാൻ എത്തുന്നുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഇവിടെയുള്ള സ്റ്റുഡൻസും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജോലി ഇല്ലാണ്ട് വരുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഇന്റർനാഷണലി ഇപ്പോൾ എല്ലായിടത്തും നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അജണ്ട. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.